Grammarly does more than catch errors. With Grammarly, you can find really good, no, perfect words that make your writing sharp. അമൽ മ്യൂട്ടാണ്. Okay, can you hear me? Yes, okay. So, guys, welcome back. Welcome back to the third and final day of our bootcamp. So, see, in the previous sessions, we discussed about the basics of C programming, and we had discussed conditional statements, looping statements, functions, and all those. Yeah. So, let me tell you one thing. Let me make it clear that we have only guided you through the tunnel to the world of coding. To go there, to find opportunities, to explore, all that is up to you. And I hope you will make the best of it. Yeah. So, coming to today's session, we have some exciting things for you. I'll be telling it at the end. Okay. So now, coming to the learning objectives and agenda for today. See, till now we were dealing with primitive data types. Yeah. So now we'll be discussing more about derived data types. And in that, today I'll be discussing array and strings. Okay. String is basically character array. So I'll just switch to presentation mode. Please wait.
Just a second, okay? Okay, so just tell me whether you're able to see my screen or not. Yes. So we're going to learn about derived data types. See, there are a lot of derived data types. Now, to begin with, what is actually derived data types? Derived data types എന്ന് പറഞ്ഞാൽ നമ്മൾ primitive data types അല്ലേ, ആ primitive data types expand ചെയ്ത്, അതായത് അവർ കോമ്പിനേഷൻസ് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഡേറ്റ ടൈപ്സ് ആണ് derived data types. അപ്പോൾ derived data types can be decomposed into primitive data types. അത് എക്സാമ്പിൾസ് പറയുമ്പോൾ ഭയങ്കര ക്ലിയർ ആവും. ഓക്കെ, നമുക്കിപ്പോൾ derived data typesന്റെ some examples നോക്കാം. ഓക്കെ, array ഒരു derived data type ആണ്, structure ഒരു derived data type ആണ്, union, function, pointer. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പേരുണ്ടാവും അല്ലെ, ഫംഗ്ഷൻ. വി കവേർഡ് ഇറ്റ് യെസ്റ്റർഡേ. സോ ഫംഗ്ഷൻ ഒരു ഡേറ്റ ടൈപ്പ് ആണോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ബട്ട് ഇറ്റ് ഇസ് ക്ലാസിഫൈഡ് ആസ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. നോർമലി വൈവർക്ക് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് റിമെമ്പർ. നൗ ടുഡേ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് array ആണ്, ബിക്കോസ് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഏതൊരു കോഡ് റിയൽ ടൈമിൽ ചെയ്യുമ്പോഴും ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇനി ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഡേറ്റ സ്ട്രക്ചർ? ഡേറ്റ സ്ട്രക്ചർ നമ്മളിപ്പോൾ ഡേറ്റ ടൈപ്പ് പഠിച്ചു. ഓക്കെ, ഡേറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ നമുക്കൊരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുക. അതായത് കമ്പൈലർ ആ ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, എത്ര ബൈറ്റ്സ് ആണ് അതിനു വേണ്ടി അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നത്. ഫൈൻ. അപ്പോൾ അതിന് നമ്മൾ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പും ഡിറൈവ് ഡേറ്റ ടൈപ്പും പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്താണ്? സി, ഡേറ്റ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ബ്രോഡ് ടേം ആണ്. ഓക്കെ, അത് നമുക്കിങ്ങനെ അതിന്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റയെ ഓർഗനൈസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിന്, ഓക്കെ, അതിന് പറയുന്ന പേരാണ് ഡേറ്റ സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പൊ ഡേറ്റയെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിൽ വെക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സ്റ്റാക്ക് ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ്, ക്യൂ വേറൊരു ഡേറ്റ സ്ട്രക്ചർ ആണ്, ലിങ്ക് ലിസ്റ്റ് അതൊരു ഡേറ്റ സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പോ ഡേറ്റ സ്ട്രക്ചേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. അത് നിങ്ങൾ കൂടുതൽ ഡെപ്തിൽ ഇൻ ദി കമ്മിങ് ഇയേഴ്സ് പഠിക്കും. എഞ്ചിനീയറിംഗിന് അത് വളരെ എഞ്ചിനീയറിംഗ് നല്ല റിയൽ വേൾഡിൽ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് ദാറ്റ് ഗവേൺസ് ദി ഹോൾ ഓഫ് കമ്പ്യൂട്ടിംഗ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. ഇപ്പൊ ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഡേറ്റ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ആ ഒരു അത് സ്റ്റാക്ക് ആവാം, ക്യൂ ആവാം, അതിന് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഹോൾ ആയി പറയുമ്പോഴാണ് ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാക്കിന്റെ എക്സാമ്പിൾ, അതായത് നമ്മൾ വാട്സാപ്പ് മെസ്സേജസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അത് ഏത് ഫോർമാറ്റിലാണ് വരാം? അപ്പൊ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ മെസ്സേജ് ആയിരിക്കും ഏറ്റവും മുകളിൽ ഉണ്ടാവുക അല്ലെ, അത് കഴിഞ്ഞ് കിട്ടിയത് തൊട്ട് താഴെ, അതിന്റെ മുന്നേ കിട്ടിയത് തൊട്ട് താഴെ ആയിരിക്കും, അതിന്റെ മുന്നേ വന്നത് അതിന്റെ താഴെ ആയിരിക്കും, അങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ശരിക്കും നമ്മൾ തുറക്കുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ തുറക്കുന്നത്? അപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടി, സേ 9 o'clock മോർണിംഗിൽ കിട്ടിയ മെസ്സേജ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക, പിന്നെ നമുക്കൊരു 2 o'clock ആയപ്പോൾ കിട്ടിയത് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക, ലാസ്റ്റ് ഇപ്പൊ 4 o'clock ആയപ്പോൾ കിട്ടിയത് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. നമ്മുടെ ചാറ്റ് ബോക്സിൽ അത് മുകളിലേക്കാണ് വരാം. സി, ദാറ്റ് ഈസ് ദി എക്സാക്ട് കോൺസെപ്റ്റ് ഓഫ് സ്റ്റാക്ക്. നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ വൺ ആഫ്റ്റർ ദി അതർ ആണ് ഇൻസേർട്ട് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തത് ഫസ്റ്റ്
ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോഴോ, അതായത് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നിന്നായിരിക്കുമല്ലോ എടുക്കുക, ഏറ്റവും ടോപ്പിൽ നിന്നായിരിക്കും എടുക്കുക. അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, ഈ മെത്തേഡിലാണ് സ്റ്റാക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതൊരു ഡേറ്റ സ്ട്രക്ചർ ആണ്. ആ ഡേറ്റ സ്ട്രക്ചറിൽ നമ്മൾ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? ഇൻസേർട്ട് ചെയ്യുന്നത് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ടാണ്. ആൻഡ് എടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? ഏറ്റവും ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തതാണ് ഫസ്റ്റ് നമ്മൾ എടുക്കുക. ക്യൂ സ്റ്റാക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ? ക്യൂ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ഒരു ക്യൂലൊക്കെ നിൽക്കുന്ന പോലെ. നമ്മൾ പ്രോസസ് ചെയ്യാൻ എടുക്കുക ഏറ്റവും ഫസ്റ്റ് വന്ന ആളായിരിക്കും. ഓക്കെ, അപ്പൊ ക്യൂ ഏത് കോൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്? ഫിഫോ എന്നുള്ള കോൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബ്രോഡ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. സോ നൗ നമ്മളെ ചാപ്റ്ററിലേക്ക് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളതിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറേസ് ആണ്. ഓക്കെ, അറേസിൽ അറേന്റെ ഡെഫിനിഷൻ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അറേയുടെ ഡെഫിനിഷൻ ഇങ്ങനെ ഉണ്ടാവും: ഫിക്സ്ഡ് സൈസ് sequential collection of elements of same data type. ഇത് കാണുമ്പോൾ മേ ബി കോംപ്ലക്സ് ആയിട്ട് തോന്നാം, ബട്ട് ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. അപ്പൊ നമുക്ക് ഞാൻ കറക്റ്റ് ഡെഫിനിഷൻ എന്തിനാ എഴുതിയെന്ന് വെച്ചാൽ നമ്മൾ ഒരു പോയിന്റ് മിസ് ആവാതിരിക്കാനാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഫിക്സ്ഡ് സൈസ് ഇമ്പോർട്ടന്റ് ആണ്. സീക്വൻഷ്യൽ എന്താ മീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സെയിം ഡേറ്റ ടൈപ്പ്. ഓക്കെ, ഈ 3 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഒരു അറേയുടെ എക്സാമ്പിൾ കാണിക്കാം, ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ കാണിക്കാം ഞാൻ അറേയുടെ. ഓക്കെ, ഞാൻ ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത അറേയാണ്. ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് കമ്പൈലറിനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. എന്ത് ഇൻസ്ട്രക്ഷൻ ആണ്? അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ഈ പെർട്ടിക്കുലർ ഡേറ്റ ടൈപ്പിന് എത്ര ബൈറ്റ്സ് ആണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് ആണ് അത് എന്നൊക്കെ പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഒരു പേര് കൊടുക്കാം. Hack the code 5. ഓക്കെ, അപ്പോ ഈ ഹാക്ക് ദ കോഡ് 5 എന്നുള്ള അറേയുടെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, 5 എന്ന് വെച്ചാൽ 5 ബ്ലോക്സ് 1 2 3 4 5. ഇത് ഇന്റ് ടൈപ്പ് ആണ് അല്ലെ? ഇതിന്റെ പേര് ഹാക്ക് ദ കോഡ് എന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, ഞാൻ പറഞ്ഞു ഡിറൈവ് ഡേറ്റ ടൈപ്സ് എന്ന് വെച്ചാൽ നമ്മൾ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് അല്ലെ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓരോ ബ്ലോക്ക് എന്ന് വെച്ചാൽ ശരിക്കും എന്താണ്? നമ്മൾ പ്രിമിറ്റീവ് ഇന്റ് ഡേറ്റ ടൈപ്പ് അല്ലേ? അത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ 5 ബ്ലോക്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ അറേ ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ? ഓരോ ബ്ലോക്കിലും ഇൻഡെക്സ് ഉണ്ടാവും. ആ ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബ്ലോക്കിലുള്ള പെർട്ടിക്കുലർ എലമെന്റ്സ് ആക്സസ് ചെയ്യുക, അതുപോലെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഡെഫിനിഷനിലേക്ക് പോയിട്ട് ഓരോന്നും എന്താണെന്ന് പഠിക്കാം. ഫിക്സ്ഡ് സൈസ് ആണ്. അതായത് അറേ ഇപ്പൊ ഞാൻ 5 എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും അതിന്റെ സൈസ് മാറ്റാൻ പറ്റില്ല. സൈസ് ഇസ് ഫിക്സ്ഡ്. ഓക്കെ, യു ഹാവ് ടു ഫിക്സ് ഇറ്റ് വെൻ യു ഡിക്ലെയറിംഗ് ഇറ്റ്. സീക്വൻഷ്യൽ ആണ്. അതായത് നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോഴേ വൺ ആഫ്റ്റർ ദി അതർ ആണ് സ്റ്റോർ ചെയ്യുക. അത് ലിങ്ക് ലിസ്റ്റ് ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലിങ്ക് ലിസ്റ്റ് മെമ്മറിയിൽ എവിടെയായാലും കുഴപ്പമില്ല, അത് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ സീക്വൻഷ്യൽ ആയിട്ടല്ല സ്റ്റോർ ചെയ്യുക. പക്ഷേ there will be a way of retrieving the messages there, the data there. Okay, അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് വൺ ആഫ്റ്റർ ദി അതർ സീക്വൻഷ്യലി ആണ് മെമ്മറിയിൽ. ഫൈൻ. ഇനി സെയിം ഡേറ്റ ടൈപ്പേ പറ്റുള്ളൂ. എനിക്കിപ്പോ ഇന്റിജർ എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് എലമെന്റ് എടുത്ത് എഴുതാൻ പറ്റില്ല. ദിസ് വിൽ ബി എൻ എറർ. ഓക്കെ, ഇങ്ങനെ ഞാൻ എഴുതിയ അതൊരു എറർ ആയിരിക്കും. 5.0 അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡെസിമൽ വാല്യൂ ഇതിനകത്ത് എഴുതിയ ഇറ്റ് വിൽ ബി എൻ എറർ. സോ ഞാൻ ഇവിടെ ഇനി എലമെന്റ്സ് ഫില്ല് ചെയ്യാൻ പോവാണേ. ഓക്കെ, ഇനി എനിക്ക് ഈ പെർട്ടിക്കുലർ എലമെന്റ് ഇവിടുന്ന് ആക്സസ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എന്താ പറയാ? ഹാക്ക് ദ കോഡ് 2 എന്ന് ഞാൻ റെഫറൻസ് ചെയ്താല് എനിക്ക് അവിടെ അതായത് പ്രിന്റ് ഹാക്ക് ദ കോഡ് 2 എന്ന് ഞാൻ പറഞ്ഞാല് എനിക്ക് അവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക 5 ആണ്. ഓക്കെ, അപ്പൊ ആക്സസ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ആ അറേയുടെ പേര് എന്നിട്ട് ഇൻഡെക്സ് നമ്പർ ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി. ഓക്കെ, അത് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഹോപ്പ്
the things that I've taught till now is clear? Can someone take the mic and respond? Yes, clear. Yeah, someone else too? Yes, clear. Okay. Okay, so shall we code now? നമ്മൾ പ്രോഗ്രാംസ് ഒന്നും ചെയ്തിട്ടില്ല. So let's start. ഒരു simple program. To find the sum of. Do you want me to change the ink? Is it visible? Okay, so to find the sum of elements in an array. Okay. So as usual, we'll start by including the header files. Okay, this is my main function. Now, see, I have to find the sum of elements in an array, right? So I'm declaring an array of size 100. So how do I declare? See, I'm taking an integer array. Okay, so how do you declare an integer array of size 100? Int. I'm naming the array as sum. Okay, the size is 100. See, this is only the maximum size. ഒരു അറേന് 100 എലമെന്റ്സ് ഉള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും അതിലേക്ക് 100 എലമെന്റ്സ് ഇൻപുട്ട് ചെയ്യണമെന്നില്ല. ഇറ്റ്സ് യുവർ വിഷ് വാട്ട് ടു ഇൻപുട്ട്. ഓക്കെ, അപ്പൊ ആ ഇൻപുട്ട് ആണ് ഞാൻ നം ആയിട്ട് എടുക്കുന്നത്. ഫൈൻ. പിന്നെ എനിക്ക് ഡെഫിനറ്റ്ലി ലൂപ്പ് വേണ്ടി വരും, കാരണം ഞാൻ സമ്മ് ചെയ്യുമ്പോൾ എന്താ ശരിക്കും ചെയ്യുന്നത്, സമ്മ് ചെയ്യുമ്പോൾ മാത്രമല്ല ഇൻപുട്ട് ചെയ്യുമ്പോഴും ഞാൻ ഒരേ പ്രോസസ് അല്ല ഇൻപുട്ട് ചെയ്യുന്നതോ അഥവാ ആഡ് ചെയ്യുന്നോ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി ഐ നീഡ് എ ലൂപ്പ്. ഓക്കെ, അപ്പൊ ആ ലൂപ്പിൽ എനിക്കൊരു വേരിയബിൾ വേണ്ടി വരും ഐട്രേറ്റ് ചെയ്യാൻ. Because I hope this is it. If we have more, we'll come and add. Okay, so let's start. I hope you're coding with me. So start ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ വേണം. ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അറേയിൽ എത്ര എലമെന്റ്സ് ഇൻപുട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം യൂസറിനോട്. അതായത് യൂസർ പറയും എനിക്ക് ഇത്ര എലമെന്റ്സ് ആണ് വേണ്ടത്, ഇത്ര എലമെന്റ്സിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആ എലമെന്റ്സ് എത്ര എലമെന്റ്സ് ആണോ വേണ്ടത് ആ നമ്പർ നിങ്ങൾ എന്നിലേക്ക് ഇൻപുട്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ യൂസറിനോട് എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കണം. എന്നിട്ട് അതിന്റെ സമ്മ് കാണണം, അത് ഡിസ്പ്ലേ ചെയ്യണം. അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗോട്ട് ദി ഐഡിയ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. സി, ഫസ്റ്റ് യൂസറിനോട് ചോദിക്കേണ്ട എന്താണ്, എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് വേണ്ടത്. സോ സേ 5. ഇപ്പൊ യൂസർ 5 ഇൻപുട്ട് ചെയ്താൽ പിന്നെ ആ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയണം. സോ 10, 9, 8, 7, 5. ദിസ് ഇസ് ദ യൂസേഴ്സ് ഇൻപുട്ട്. പിന്നെ നിങ്ങൾ ഔട്ട്പുട്ട് എന്തായിരിക്കണം, 10 + 9 + 8 + 7 + 5. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അതാണ് നിങ്ങൾ ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കേണ്ടത്. സോ ദിസ് ഇസ് ദ വർക്ക് അസൈൻ ടു യു. ദീസ് ആർ ദി ഇൻപുട്സ് ആൻഡ് ദിസ് ഇസ് ദി ഔട്ട്പുട്ട്. ഫൈൻ. സോ നമുക്ക് കോഡ് ചെയ്യാം. printf, enter the size of the input. scanf %d നമ്മിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ആംപർസാൻഡ് നം. ഓക്കെ, സോ printf enter the elements അല്ലേ. ഇനിയാണ് നമ്മുടെ ലൂപ്പിന്റെ ആവശ്യം. അപ്പൊ എലമെന്റ്സ് എത്ര എലമെന്റ്സ് ആണ് യൂസർ എൻറ്റർ ചെയ്യുക? ഡെഫിനറ്റ്ലി നമ്മ എന്താണോ കൊടുത്തത് അത്ര എലമെന്റ്സ് അല്ലേ എൻറ്റർ ചെയ്യുള്ളൂ. സോ അത്രയും പ്രാവശ്യം നമ്മൾ ഇൻപുട്ട് ചെയ്യണം അല്ലെ. ഫോർ i = 0, i less than num, i++.
scanf percentage d ampersand a of I. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ, അത് ഇടാൻ മറക്കരുത്. കാരണം എന്താണ്, ആദ്യത്തെ പ്രാവശ്യം എ അല്ല സം ഓഫ് ഐ, സം അല്ലേ നമ്മൾ അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. സോ ആംബസാൻഡ് സം ഓഫ് ഐ. ഓക്കെ, സം ആണ് നമ്മൾ അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. സോ അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്? സി, ആദ്യത്തെ പ്രാവശ്യം നമുക്ക് എങ്ങോട്ടാണ് ഇൻപുട്ട് ചെയ്യേണ്ടത്? സം ഓഫ് സീറോയിലേക്കാണ്. രണ്ടാമത്തെ പ്രാവശ്യം സം ഓഫ് 1, മൂന്നാമത്തെ പ്രാവശ്യം സം ഓഫ് 2 ആൻഡ് സോ ഓൺ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഐ 0 തൊട്ട് എടുത്തത്. ഇപ്പോഴും നമ്മൾ ഇൻഡെക്സ് ചെയ്യുമ്പോൾ 0 to വാല്യൂ ആണ് പറയാം. ഇപ്പൊ സപ്പോസ് 5 എലമെന്റ്സ് ആണ് ഉള്ളത് എങ്കിൽ 0 to 4 ആണ് നമ്മൾ ആ എലമെന്റ്സിനെ ഇൻഡെക്സ് ചെയ്യുക. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സമ്മ് കണ്ടുപിടിക്കണം. അപ്പൊ ആ സമ്മ് കണ്ടുപിടിച്ച് സ്റ്റോർ ചെയ്യാൻ നമുക്കൊരു വേരിയബിൾ വേണം. സോ വി വിൽ ആഡ് ഇറ്റ് ഹിയർ. നമുക്ക് ടോട്ടൽ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആഡ് ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ വീണ്ടും നമുക്കൊരു ലൂപ്പ് വേണ്ടേ? ഫോർ ഐ ഈക്വൽ ടു 0. സി, ഐ ക്യാൻ റീയൂസ് ദിസ് ഐ. കാരണം എന്താണ്, ഈ ഐയുടെ ജോബ് ഇവിടെ കഴിഞ്ഞു. ഇനി എനിക്ക് ഈ ഐയുടെ ലാസ്റ്റ് വാല്യൂ റീറ്റെയിൻ ചെയ്യണ്ട. സോ ഐ ക്യാൻ റീയൂസ്. സി, റീയൂസിങ് എ വേരിയബിൾ ആൻഡ് ഓൾ ഇസ് ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് നമ്മളിങ്ങനെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തുകൊണ്ടേ ഇരിക്കരുത്. ഓൾ ദാറ്റ് കൺസ്യൂംസ് സ്പേസ്. സോ ഇഫ് യു ക്യാൻ do it efficiently. Okay, so for I equal to 0, I less than num I plus plus. അല്ലെ, നം ടൈംസ് തന്നെയല്ലേ നമുക്ക് സം ചെയ്യേണ്ടി വരാം. ഇവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താ കോഡെന്ന്. ജസ്റ്റ് ട്രൈ. ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് സം ഓഫ് ഐ. ഓക്കെ, ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് സം ഓഫ് ഐ. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം വരും. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ എഴുതാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം ഒരു ഗാർബേജ് വാല്യൂ ആയിരിക്കും അവിടെ വരാം. സോ യു നീഡ് ടു ഇനിഷ്യലൈസ് ഇറ്റ് ടു 0. ഓക്കെ, സോ നമുക്ക് ടോട്ടൽ എന്നുള്ള വേരിയബിളില് നമ്മളെ വാല്യൂ ഉണ്ട് അല്ലെ? അപ്പൊ അതിന് ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ മാത്രം മതി. ദി സം ഓഫ് എലമെന്റ്സ് ഇൻ ദി അറേ is percentage d ampersand എന്തിലുണ്ടാവാ? ടോട്ടൽ അല്ലേ? ക്ലോസ് ദ മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇഫ് യു ക്യാൻ ക്വിക്ലി take your mic and tell, it would be really helpful. Yes. Okay, നമുക്ക് ഒരു ഇൻപുട്ട് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഈ കംപ്ലീറ്റ് പ്രോഗ്രാമിലൂടെ ഒന്ന് പോയാലോ? ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് എനിക്ക് കംപ്ലീറ്റ് 1 second. ഓക്കെ, okay, so this is the code. I hope all of you have written it. Just write it if you have not completed. Okay, so we'll start traversing. അപ്പോ ഇവിടെ ഫസ്റ്റ് എന്താ വരാ? ഞാൻ പറഞ്ഞു നമ്മൾ ഏതൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതും അതിലുള്ള മെയിൻ ഫംഗ്ഷൻ എന്നാണ് അല്ലെ? അപ്പൊ മെയിൻ ഫംഗ്ഷനിലേക്ക് നമ്മൾ കടക്കുന്നു. ഇവിടെ എങ്ങനെ? ഹലോ, എനിക്ക് ക്ലിയർ ആയില്ല. Can you repeat? Okay, so ഇവിടെ ഫസ്റ്റ് എന്താ ചോദിക്കുക? സം നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. ഇൻ സം ഓഫ് 100 എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു അറേ നമ്മൾ കമ്പൈലറിന് ഉള്ള ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അറേ മെമ്മറി അഡ്രസ്സിൽ മെമ്മറി സ്പേസിൽ ഡിക്ലെയർ ചെയ്യും. ഓക്കെ, പിന്നെ നം ഡിക്ലെയർ ചെയ്യും, ഐ ഡിക്ലെയർ ചെയ്യും ആൻഡ് ടോട്ടൽ ഡിക്ലെയർ ചെയ്യും. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? പ്രിന്റ് ഓഫ് എന്റർ ദി സൈസ് ഓഫ് ദി ഇൻപുട്ട് ആണ് അല്ലെ? അപ്പൊ
നമ്മുടെ ടെർമിനലിൽ എൻ്റർ ദി സൈസ് ഓഫ് ഇൻപുട്ട് വരും. ഓക്കെ, അപ്പൊ യൂസർ സേ 5 കൊടുക്കും. ഓക്കെ, ഇനി അടുത്തത് സ്കാൻഎഫ് പെർസെൻറ്റേജ് ഡി നം. അപ്പൊ ഈ 5 എന്നുള്ള വാല്യൂ എന്തിലേക്കാണ് സ്റ്റോർ ആവുക? നമ്മിലേക്കാണ് സ്റ്റോർ ആവുക. ഫൈൻ. ഇനി പ്രിന്റ് ഓഫ് എൻ്റർ ദി എലമെന്റ്സ്. നമ്മൾ അറേയിലേക്ക് എലമെന്റ്സ് എൻ്റർ ചെയ്യും. ഓക്കെ, സോ നമ്മുടെ സം എന്ന് പറഞ്ഞ അറേ ആക്ച്വലി 100 ആണ്. അതെനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല. യൂസർ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ അറേയിലേക്ക് എലമെന്റ്സ് എൻ്റർ ആവും. സേ യൂസർ കൊടുക്കുന്ന എലമെന്റ്സ് ഇതാണെന്ന് വിചാരിക്കുക. ഫൈൻ, 5 എലമെന്റ്സ് കൊടുത്തു. അപ്പോൾ ആ എലമെന്റ്സ് റിസീവ് ചെയ്യാൻ ഓരോന്നായിട്ട് റിസീവ് ചെയ്യാനാണ് ഈ ലൂപ്പ് അല്ലെ. ഫോർ i ഈക്വൽ ടു 0, i ലെസ് ദാൻ നം i പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ ആദ്യം സം ഓഫ് 0യിലേക്കാണ് ആദ്യത്തെ ഇൻപുട്ട് 0 എൻ്റർ ആവുക. പിന്നെ സം ഓഫ് 1ലേക്കാണ് രണ്ടാമത്തെ ഇൻപുട്ട് എൻ്റർ ആവുക. സം ഓഫ് 2ലേക്കാണ് മൂന്നാമത്തെ ഇൻപുട്ട് എൻ്റർ ആവുക. സം ഓഫ് 3ലേക്ക് നാലാമത്തത് ആൻഡ് സം ഓഫ് 4ലേക്ക് അഞ്ചാമത്തത്. ഓക്കെ, ഇതാണ് ഇൻഡെക്സ്. ഇതാണ് 0 1 2 3 4. Okay, now for I equal to 0, I less than num, I plus plus, total equal to total plus sum of I. അതായത് ഇവിടെ ടോട്ടൽ എന്നുള്ള ഒരു വേരിയബിൾ ഉണ്ട്. അതിന്റെ ഇനീഷ്യൽ വാല്യൂ 0 ആണ്. ഓക്കെ, ടോട്ടൽ പ്ലസ് സം ഓഫ് ഐ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം ലൂപ്പിൽ i 0 ആകുമ്പോൾ ടോട്ടൽ പ്ലസ് സം ഓഫ് 0 ആണ് വരാം അല്ലെ. അപ്പൊ ടോട്ടൽ പ്ലസ് സം ഓഫ് 0 എന്താണ് ഇവിടെ 0 ആണ്. 0 പ്ലസ് 0 ഇവിടെ 0 തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും? ഐനെ ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ i 1 ആവും. ഇനി i ലെസ് ദാൻ നം ആണോ നോക്കും, അല്ല. അപ്പൊ ടോട്ടൽ പ്ലസ് സം ഓഫ് 1. ടോട്ടൽ പ്ലസ് സം ഓഫ് 1 എന്ന് വെച്ചാൽ ടോട്ടൽ ഇപ്പൊ 0 ആണുള്ളത്. 0 പ്ലസ് 5 അല്ലെ. 0 പ്ലസ് 5 എന്താണ് ആൻസർ വരാം? ടോട്ടലിൽ 5 ആണ് ആൻസർ വരാം. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ i ഇൻക്രിമെന്റ് ചെയ്യും. i ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ 2 ആവും. 2 ലെസ് ദാൻ നം ആണോ നോക്കും, 2 ലെസ് ദാൻ നം അല്ല. അപ്പൊ നമ്മൾ ടോട്ടൽ പ്ലസ് സം ഓഫ് 2 ചെയ്യും അല്ലെ. സം ഓഫ് 2 എന്ന് വെച്ചാൽ എന്താണ്? സം ഓഫ് 2 എന്ന് വെച്ചാൽ അറേ ഓഫ് 2. ഇതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. സം ഓഫ് 2 എന്ന് വെച്ചാൽ 10 ആണ്. അപ്പൊ 5 പ്ലസ് 10 ഇവിടെ 15 ആണ് ടോട്ടൽ ആൻസർ വരാം. വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യും. ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഐയുടെ വാല്യൂ എന്താണ്? ഐയുടെ വാല്യൂ 3 ആണ്. 3 ലെസ് ദാൻ 5 ആണോ നോക്കും, 3 ലെസ് ദാൻ 5 അല്ല. അപ്പൊ ടോട്ടൽ പ്ലസ് സം ഓഫ് 3. ടോട്ടൽ പ്ലസ് സം ഓഫ് 3 എന്ന് വെച്ചാൽ 15 അല്ലെ. 15 പ്ലസ് 15 30 വരും. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ നോക്കും, i പ്ലസ് പ്ലസ് ചെയ്യും. അപ്പോൾ ഇപ്പൊ 4 ആണ്. 4 ലെസ് ദാൻ 5 തന്നെയാണ്. അപ്പൊ i ലെസ് ദാൻ നം എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് സം ഓഫ് 4 ചെയ്യും. ടോട്ടൽ പ്ലസ് സം ഓഫ് 4 ചെയ്യുമ്പോൾ 30 പ്ലസ് 20. ഓക്കെ, ഇവിടെ 50 ആണ് ഫൈനൽ ആൻസർ വരാം. ഓക്കെ, അപ്പൊ ടോട്ടൽ എന്നുള്ള വേരിയബിളില് 50 ആണ് ഫൈനൽ ആൻസർ വരാം. വീണ്ടും നമ്മൾ കമ്പ്യൂട്ടറിന് എങ്ങനെ മനസ്സിലായി എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന്? വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യും അല്ലെ. i ഈക്വൽ ടു 5 ആക്കും. 5 ലെസ് ദാൻ 5 ആണോ? അല്ല, 5 ഈക്വൽ ടു 5 ആണ്. അപ്പോൾ അത് ആ കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ലൂപ്പിന്റെ പുറത്തേക്ക് വരുന്നത്. ഓക്കെ, പുറത്ത് വന്ന് പ്രിന്റ് ദി സം ഓഫ് എലമെന്റ്സ് ഇൻ ദി അറേ ഇസ് ടോട്ടലിലുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും. അപ്പൊ ഇവിടെ ദി സം ഓഫ് elements in the array is 50 എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് വരാം. ക്ലിയർ അല്ലേ? Yes. Okay, someone else? Yes, clear. Yes. Okay, thank you. അപ്പോ ഇതാണ് ഇന്റിജർ അറേസിനെ കുറിച്ച് ഇപ്പൊ നമുക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ആ ബേസ് തന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് യു ക്യാൻ മൂവ് ഓൺ. ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഓക്കെ, ഇനി നമുക്ക് ക്യാരക്ടർ അറേ നോക്കാം. ഓക്കെ, ക്യാരക്ടർ അറേ നല്ല ശരിക്കും നമ്മൾ പറയാം. നമ്മൾ ജനറലി ക്യാരക്ടർ അറേസിന് സ്ട്രിംഗ് എന്നാണ് പറയാം. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് പറയാൻ തന്നെ കാരണം. ഓക്കെ, അപ്പോ നമുക്ക് അവിടെ എന്തൊക്കെ പഠിക്കാനുണ്ട്? ഒരു സ്ട്രിംഗ് എങ്ങനെ ഡിക്ലെയർ ചെയ്യണമെന്ന് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അതേപോലെ സ്ട്രിംഗ് എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുക, അതിനും പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് പോയിന്റേഴ്സ് ഒക്കെ വെച്ച് ഇനീഷ്യലൈസ് ചെയ്യാം. എനിക്ക് പോയിന്റേഴ്സും കവർ ചെയ്യണം എന്നുണ്ടായിരുന്നു. ബട്ട് ലെറ്റ്സ് സീ.
ഓക്കെ, ടൈം ഉണ്ടെങ്കിൽ വി കൻ കവർ. പോയിന്റേഴ്സ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇഫ് ഇറ്റ് ഓൾ വി കനോട്ട് കവർ ഇറ്റ് ഇൻ ദിസ് ക്ലാസ്, ഡെഫിനറ്റ്ലി യു ഷുഡ് ഗോ ആൻഡ് സർഫ് ഇറ്റ്. ഓക്കെ, അത് സി ലാംഗ്വേജിൽ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പോയിന്റേഴ്സ്. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് സ്ട്രിങ്ങിന്റെ അടിയിൽ ഡിക്ലറേഷൻ എങ്ങനെയാണ്, ഇനീഷ്യലൈസേഷൻ എങ്ങനെയാണെന്ന് പഠിക്കണം. പിന്നെ നമുക്ക് കുറച്ച് പ്രോഗ്രാംസും പഠിക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ എങ്ങനെയാണ് ഇന്റിജർ അറേ ഡിക്ലെയർ ചെയ്ത് ഏകദേശം അതേപോലെ തന്നെ ആയിരിക്കും സ്ട്രിങ് അറേയും ഡിക്ലെയർ ചെയ്യുക. പക്ഷെ സ്ട്രിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. ഇപ്പോ സ്ട്രിങ്ങിന് നേരത്തെ ഇന്റിജേഴ്സിന് നമ്മൾ ഇന്റ് അല്ല യൂസ് ചെയ്ത്, അപ്പൊ സ്ട്രിങ്ങിന് നമ്മൾ ചാർ ആണ് കേട്ടോ യൂസ് ചെയ്യുക. ചാർ നെയിം ഓഫ് സേ ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ എനിക്ക് ഡിക്ലെയർ ചെയ്യാം. പക്ഷെ ഇത് ഡിക്ലെയർ കൂടെ എനിക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. എന്ന് പറഞ്ഞാല് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, സി ഇതാണ് ഞാൻ ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ചാർ നെയിം എന്നുള്ളത് ഞാൻ നേരത്തെ പോലെ പിക്ചോറിയൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് ഈ ക്യാരക്ടർ സ്ട്രിങ്. ഓക്കെ, ഇൻഡെക്സ് ഇട്ടു. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, സിയില് ഏതൊരു സ്ട്രിങ്ങും നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ടെർമിനേറ്റ് ചെയ്യുക /0 വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ /0ന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് ഇപ്പം ഇതുള്ളത് കൊണ്ട് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇപ്പൊ നമുക്കൊരു സ്ട്രിങ്ങിന്റെ എൻഡ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ലൂപ്പില് വെൻ ഐ നോട്ട് ഈക്വൽ ടു /0 എന്ന് എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ സ്ട്രിങ്ങിന്റെ എൻഡ് എത്തുമ്പോൾ ആ ലൂപ്പ് നിന്നോളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് കോഡിംഗ് ഒക്കെ ഈസി ആക്കും ഈ /0 ഉണ്ടെങ്കിൽ. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആവും നിങ്ങൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ് പറഞ്ഞത്. ഫൈൻ. പിന്നെ ഇനി നമുക്ക് വേറെയും ഡിക്ലെയർ ചെയ്യാൻ നമുക്ക് പോയിന്റേഴ്സ് വെച്ച് ഞാൻ പറഞ്ഞു നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. പക്ഷെ അതിപ്പോ പോയിന്റേഴ്സ് പഠിക്കാത്ത സ്ഥിതിക്ക് അത് പഠിച്ചിട്ട് കാര്യമില്ല. സോ ഐ തിങ്ക് വി കൻ ഡൈവ് ഇൻടു കോഡിംഗ് നൗ. ഇത് ഏറ്റവും നിങ്ങൾ ചിലപ്പോൾ സ്ട്രിങ്സിൽ കണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷെ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് റിയലി റിയലി ഇമ്പോർട്ടൻറ്റ് ടു അഡ്രസ് ദം. So this is a program to check whether the given string is palindrome or not. Okay. ഒരു തന്നിരിക്കുന്ന സ്ട്രിങ് പാലിൻഡ്രോം ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. പാലിൻഡ്രോം എന്താണെന്ന് അറിയാത്തവർ ഇവിടെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ബട്ട് ജസ്റ്റ് ടു ടെൽ, പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സ്ട്രിങ് റിവേഴ്സ് ഓർഡറിൽ വായിക്കുമ്പോഴും ഈ ഒറിജിനൽ സ്ട്രിങ്ങിനെ നമുക്ക് തിരിച്ചു കിട്ടണം അല്ലെ. ഫോർ എക്സാമ്പിൾ നമ്മുടെ മാതൃഭാഷ തന്നെ അല്ലെ, ഇങ്ങനെ വായിച്ചാലും നേരെ റിവേഴ്സ് ഓർഡറിൽ വായിച്ചാലും യു വിൽ ഗെറ്റ് ദ സെയിം സ്ട്രിങ്. അപ്പൊ അങ്ങനെയുള്ള സ്ട്രിങ്സ് ആണോ അല്ലേ നമുക്ക് ഇൻപുട്ട് ആയിട്ട് തന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം എഴുതുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദി പ്രോഗ്രാം. ഓക്കെ, ആസ് യൂഷ്വൽ we include ഇവിടെ നമുക്ക് പരിചയം ഇല്ലാത്തൊരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സ്ട്രിങ്. അതായത് string.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിൽ ഒരുപാട് സ്ട്രിങ്ങിന്റെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, ആ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഹെൽപ്ഫുൾ ആവുക. ഈ ബിൽഡ് ഇൻ ഫംഗ്ഷൻസ് ഇല്ലാതെ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റോ? അതെന്ത് ക്വസ്റ്റ്യൻ അല്ലേ? കാരണം ബിൽഡ് ഇൻ ഫംഗ്ഷൻസ് എന്ന് വെച്ചാൽ ദേ ആർ ഫംഗ്ഷൻസ് റിട്ടൺ ബൈ സമ്മൺ എൽസ് ബട്ട് ഇറ്റ്സ് അവൈലബിൾ ടു യു. ഓക്കെ, സോ ഇഫ് ദേ ക്യാൻ റൈറ്റ് ഇറ്റ് യു ക്യാൻ ഡെഫിനറ്റ്ലി റൈറ്റ് ഇറ്റ്. അപ്പം നിങ്ങളോട് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും, ലൈക്ക് ഇപ്പോൾ strcpy ഇല്ലാതെ രണ്ട് സ്ട്രിങ്സ് കോപ്പി ചെയ്യാൻ ചോദിക്കും. വിത്തൗട്ട് strcpy ഫംഗ്ഷൻ എന്ന് പ്രത്യേകം പറയും. സോ ദാറ്റ് ടൈം you have to code it yourself, okay, without using the built-in function. So now let's come back to our question. Okay, so ഇവിടെ പാലിൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ യൂസറിന്റെ അടുത്ത് നിന്ന് ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യണം, റൈറ്റ്?
ആ സ്ട്രിങ് ഇൻപുട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കണം പാലിൻഡ്രോം ആണോ അല്ലേന്ന്. അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ലോജിക് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ മലയാളം എന്നുള്ള സ്ട്രിങ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, നമ്മൾ മലയാളം എന്നുള്ള സ്ട്രിങ് എടുത്തു. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് ഇൻഡെക്സ് ഇടാം കേട്ടോ. 1 2 3 4 5 6 7. ഓക്കെ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എന്റെ ഐഡി ഇതാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് സെയിം, എന്നിട്ട് ഞാൻ ഫസ്റ്റ് നോക്കും ഇത് രണ്ടും സെയിം ആണോ എന്ന്. ഓക്കെ, സെയിം ആണെങ്കിൽ ഞാൻ നെക്സ്റ്റ് രണ്ട് വാല്യൂസ് നോക്കും. ഓക്കെ, ആ രണ്ട് ക്യാരക്ടേഴ്സ് എങ്കിൽ ഐ വിൽ മൂവ് ടു ദ നെക്സ്റ്റ്. ഓക്കെ, ആൻഡ് ഇത് സെയിം ആണെങ്കിൽ ഞാൻ മൂവ് ചെയ്യുമ്പോൾ ശരിക്കും രണ്ടും പോയിന്റ് ചെയ്യുന്നത് സെയിം ക്യാരക്ടറിലേക്ക് തന്നെയാണ്. സോ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഈക്വൽ. ഓക്കെ, അപ്പൊ അങ്ങനെ കംപ്ലീറ്റ്ലി സെയിം ആണെങ്കിൽ മാത്രം ഞാൻ ഔട്ട്പുട്ട് ചെയ്യും ദി സ്ട്രിങ് ഇസ് എ പാലിൻഡ്രോം. ഇനി അല്ലെങ്കിലോ, ഇപ്പൊ സപ്പോസ് സേ എന്റെ സ്ട്രിങ് ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കാം. ഇത് എ ആയിരുന്നു ബട്ട് ഇത് ബി ആയിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഞാന് ഫസ്റ്റ് ഇത് രണ്ടും സെയിം ആണോ നോക്കി, ആണ്. അപ്പൊ ഞാന് പിന്നെ ഈ രണ്ട് ക്യാരക്ടേഴ്സ് സെയിം ആണോ നോക്കും. ഇത് സെയിം അല്ല, പിന്നെ ഞാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഡെഫിനറ്റ്ലി അത് പാലിൻഡ്രോം ആവില്ല. അപ്പൊ ഞാൻ ലൂപ്പ് ബ്രേക്ക് ചെയ്ത്, റിമെമ്പർ ദി വേർഡ് ഐ യൂസ് ബ്രേക്ക്. അപ്പൊ ഞാൻ ലൂപ്പ് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വന്നിട്ട് പറയും ഇറ്റ്സ് നോട്ട് എ പാലിൻഡ്രോം. ഓക്കെ, സോ ഈ ഒരു ലോജിക്ക് വെച്ചാണ് ഞാൻ കോഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ലിസൺ. ഇഫ് യു ക്യാൻ യു ട്രൈ വിത്ത് മീ, ഇറ്റ് വിൽ ബി റിയലി അപ്രീഷിയേറ്റഡ്. ഓക്കെ, അപ്പൊ ക്യാരക്ടർ നമുക്ക് പാലിൻഡ്രോം എന്നാണ് എന്റെ സ്ട്രിങ്ങിന്റെ പേര്. സേ ഐ എം റിസർവിങ് 100 ബൈറ്റ്സ് ഫോർ ദ സ്ട്രിങ്. ഓക്കെ, ഇനി എനിക്ക് എന്തൊക്കെ ആവശ്യം ഉണ്ടാവും, ഞാൻ ലൂപ്പിലൂടെ ഐട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് ഐ ആവശ്യമാണ്. ഇനി സി ഫ്ലാഗ് ഈക്വൽ ടു 0 എന്ന് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ എനിക്ക് ലെങ്ത് സ്റ്റോർ ചെയ്യണ്ടേ ഈ പാലിൻഡ്രോമിന്റെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ലെങ്ത് സ്റ്റോർ ചെയ്യാനും ഞാനൊരു വേരിയബിൾ റിസർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. ഇഫ് വി ഹാവ് എനിത്തിങ് എൽസ് വിൽ കം ആൻഡ് ആഡ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, യൂസിന്റെ അടുത്ത് നിന്ന് സ്ട്രിങ് ഇൻപുട്ട് ചെയ്യണം. ഫൈൻ, യൂസിന്റെ അടുത്ത് നിന്ന് സ്ട്രിങ് ഇൻപുട്ട് ചെയ്തു. ഓക്കെ, ഇനി ഈ സ്ട്രിങ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഐ എം യൂസിങ് ദിസ് ഫംഗ്ഷൻ. ഓക്കെ, so see this is a built-in function. Okay, this is a built-in function and it is stored in string.h. അതുകൊണ്ടാണ് ഞാൻ ആദ്യം string.h എന്നുള്ള ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തത്. ഫൈൻ, ഈ ഫംഗ്ഷൻ അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്തിനാ യൂസ് ചെയ്യുന്നത്, സ്ട്രിങ്സ് ഇൻപുട്ട് ചെയ്യാനാണ്. അതിന്റെ സിന്റാക്സ് എന്താണ്, ഗെറ്റസ് ബ്രാക്കറ്റിൽ ഏതാണോ നമ്മളെ സ്ട്രിങ് ആ പേര്. ഓക്കെ, സ്ട്രിങ്ങിന്റെ പേര്. ഫൈൻ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാണ്. അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, എനിക്കൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട് string.h ല് strlen പാലിൻഡ്രോം. ഓക്കെ, അപ്പൊ strlen എന്ന് വെച്ചാൽ അഗെയിൻ ഇറ്റ്സ് എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഇൻ string.h ഹെഡർ ഫയൽ. ആൻഡ് അതിന്റെ സിന്റാക്സ് എന്താണ്, strlen ബ്രാക്കറ്റിൽ സ്ട്രിങ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്യാം നമ്മൾ കൊടുത്ത സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഈ പെർട്ടിക്കുലർ ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്യാം നമ്മൾ കൊടുത്ത സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾസോ എ വെരി യൂസ്ഫുൾ ഫംഗ്ഷൻ. സോ ജസ്റ്റ് റിമെമ്പർ, ഈ റിട്ടേൺ ഒക്കെ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പ്രീവിയസ്ലി ഫംഗ്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് എടുത്തത്. ഓക്കെ, നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ലോജിക്. അപ്പൊ ലോജിക് പ്രകാരം ജസ്റ്റ് സീ whether you can try it out yourself and you can understand it yourself or not. Just see. Okay, for I equal to 0, I less than length by 2, I plus plus. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ചെയ്താലും കുഴപ്പമില്ല. ഈ ലെങ്ത് ബൈ 2 എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.
അത് ആ സെന്ററിലുള്ള ക്യാരക്ടറിനെയാണ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പാലിൻഡ്രോം ഓഫ് ലെങ്ത് ബൈ 2 എന്ന് പറയുമ്പോൾ ആ സെന്ററിലുള്ള ക്യാരക്ടറിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, just see. Okay, ഈ കോഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Have you copied this so that I can go to the next page? If palindrome of I not equal to palindrome of n minus I minus 1. Flag equal to 1, break. Just check whether you understand this or not. Okay, I'll be explaining it shortly. If you want, you can put braces here, but it's not compulsory since it's a single line statement. Okay, നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലായോ? ഇവിടെ ചെയ്തത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? Anyone? Can you just take your mic and tell? ഇവിടെ ചെയ്തത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെ നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ഫ്ലാഗ് 1 ആക്കിയിട്ട് ഫ്ലാഗ് 1 ആയി കഴിഞ്ഞാൽ പാലിൻഡ്രോം അല്ലാന്നാണല്ലോ. അപ്പൊ ഡിസ്പ്ലേ എക്സലന്റ് എക്സലന്റ്. ഓക്കെ, നമുക്ക് അപ്പൊ ഒരു കോഡ് വെച്ച് ഐ മീൻ ഒരു സ്ട്രിംഗ് വെച്ച് നമുക്ക് അത് നോക്കാം. നമ്മൾ നേരത്തെ എടുത്ത അതേ എക്സാമ്പിൾ ആണ്, ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ഷോ യു ഓക്കെ ഹൗ ഇറ്റ് വർക്ക്സ്. 0 1 2 3 4 5 6 7 8. ഫൈൻ. അതിന്റെ വാല്യൂ നമ്മൾ ഒരു കാര്യമുണ്ട്, ഇത് നമ്മൾ ഫോർ ലൂപ്പിലാണ് ഇട്ടത്, അത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പൊ ഈ ഫോർ ലൂപ്പ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഫൈൻ, നമ്മളത് ട്രാവേഴ്സ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഫോർ I equal to 0, I less than length by 2, I plus plus. നമ്മൾ ഈ സ്ട്രിംഗിലേക്ക് ഈ ലൂപ്പിലേക്ക് കയറുന്നു. ഇഫ് പാലിൻഡ്രോം ഓഫ് I നോട്ട് ഈക്വൽ ടു പാലിൻഡ്രോം ഓഫ് n minus I minus 1. ഇവിടെ n അല്ല, ലെങ്ത് മൈനസ് I minus 1 ആണ് കേട്ടോ. ലെങ്ത് മൈനസ് I minus 1, ഫ്ലാഗ് ഈക്വൽ ടു 1, ബ്രേക്ക് ചെയ്യുക. ഓക്കെ, അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പൊ ഞാനിതാ ഫോർ I equal to 0, I less than length by 2, I plus plus ഈ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എൻ്റെ I വാല്യൂ 0 ആണ്. ഫൈൻ. ഇനി ഞാൻ ലെങ്ത് മൈനസ് I minus 1 ചെയ്യുമ്പോൾ ശരിക്കും എന്താ ചെയ്യുന്നത്? ഇവിടെ ലാസ്റ്റ് സ്ലാഷ് 0 ഉണ്ടാവുമല്ലോ. ഓക്കെ, ഞാൻ ലെങ്ത് മൈനസ് I minus 1 ചെയ്യുമ്പോൾ ശരിക്കും എന്താ ചെയ്യുന്നത്? I 0 ആണെങ്കിൽ ഇവിടെ ലെങ്ത് എത്രയാണ്? 9 ആണ് ശരിക്കും ലെങ്ത് അല്ലെ? അപ്പോ 9 മൈനസ് ഐന്റെ വാല്യൂ 0 ആണ്, മൈനസ് 1. സോ ഐ എം എൻഡിങ് അപ്പ് ഹിയർ. ഓക്കെ, സോ ഐ എം എൻഡിങ് അപ്പ് ഹിയർ. ഇനി അവിടെ ഞാൻ ചെക്ക് ചെയ്യുന്നത് ഈക്വൽ അല്ല എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നാണ്. ഓക്കെ, ഇവിടെ ഈക്വൽ അല്ലെങ്കിൽ മാത്രമേ ഫ്ലാഗിന്റെ വാല്യൂ 1 ആക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഫ്ലാഗിന്റെ ഒറിജിനൽ വാല്യൂ 0 തന്നെയാണ് അവിടെ റീറ്റെയിൻ ചെയ്യുന്നത്. ഫൈൻ. അപ്പൊ ഈക്വൽ ആവുന്നതുകൊണ്ട് തന്നെ ഈ ലൂപ്പിലേക്ക് എൻട്രി ചെയ്യും, അതായത് ഈ ലൂപ്പല്ല ഈ കണ്ടീഷനിലേക്ക് എൻട്രി ചെയ്യില്ല. ഈ ഇഫ് സ്റ്റേറ്റ്മെന്റ്സ് അതുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും, എന്നിട്ട് ലൂപ്പ് വീണ്ടും റൺ ചെയ്യും. ഓക്കെ, അപ്പൊ ഐന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ I 1 ആയി. I 1 ആകുമ്പോൾ
length minus 1 minus 1. Length minus 1 minus 1. അതായത് 9 minus 2. 9 minus 1 minus 1 എന്ന് വെച്ചാൽ സെയിം ആണോ നോക്കും. സെയിം ആണെങ്കിൽ നമ്മൾ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യില്ല. ഓക്കെ, ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഫ്ലാഗ് 1 ആവില്ല. നമ്മൾ ബ്രേക്ക് ചെയ്ത് ലൂപ്പിന്റെ പുറത്തേക്ക് പോവില്ല. ബ്രേക്ക് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ആ ലൂപ്പ് ഫർദർ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യില്ല. നമ്മൾ സിംപ്ലി ലൂപ്പിന്റെ പുറത്തേക്ക് പോകും. ഓക്കെ, അത് ഇപ്പോൾ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് കണ്ടീഷൻ ഒന്നും നോക്കില്ല. വിൽ ജസ്റ്റ് സിംപ്ലി ഗെറ്റ് ഔട്ട് ഓഫ് ദി ലൂപ്പ്. ഓക്കെ, അപ്പൊ അതിവിടെ നടക്കുന്നില്ല. ഇനി മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ഐ ഈക്വൽ ടു 2 ആവുന്നു. ലെങ്ത് മൈനസ് ഐ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഓക്കെ, അപ്പൊ 1ഉം 6ഉം കമ്പയർ ചെയ്യുന്നു. സോറി, 2ഉം 6ഉം കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും സെയിം തന്നെയാണ് കിട്ടുന്നത്. സോ ഡെഫിനറ്റ്ലി ഫ്ലാഗ് 1 ആവില്ല, ബ്രേക്കും ചെയ്യില്ല. അങ്ങനെ നമ്മൾ ഐനെ ഇൻക്രിമെന്റ് ചെയ്യുന്നു. സോ നമ്മൾ 3 ഐ ഈക്വൽ ടു 3 ആവുന്നു. ഐ 3 ആവുമ്പോൾ ലെങ്ത് മൈനസ് ഐ മൈനസ് 1 എന്തായിരിക്കും? 5 ആയിരിക്കും അല്ലെ? അപ്പൊ വീണ്ടും നമ്മൾ കമ്പയർ ചെയ്യുന്നു, സെയിം ആണ്. ഓക്കെ, ഇനി ഐ ഈക്വൽ ടു 4 ആക്കുന്നു. 4 ആക്കുമ്പോൾ ഞാൻ പറഞ്ഞു മിഡിൽ കണ്ടീഷൻ ആണ്. പക്ഷെ മിഡിൽ കണ്ടീഷൻ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യില്ല. കാരണം ഐ ലെസ് ദാൻ ലെങ്ത് ബൈ 2 എന്നുള്ള കണ്ടീഷനെ നമ്മൾ എടുക്കുന്നുള്ളൂ. ഫൈൻ, അപ്പൊ നമ്മൾ കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്നിട്ട് ഫ്ലാഗ് ഈക്വൽ ടു 0 ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഫ്ലാഗ് ഈക്വൽ ടു 0 ആണ്, അതുകൊണ്ട് സ്ട്രിംഗ് പാലിൻഡ്രോം ആണെന്ന് നമുക്ക് ഔട്ട്പുട്ട് തരും. ഇനി അഥവാ ഇവിടെ സി ഇങ്ങനെയായിരുന്നു സ്ട്രിംഗ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ ഇവിടെ എന്നും എമ്മും ഈക്വൽ അല്ല അല്ലെ? അപ്പൊ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? പാലിൻഡ്രോം ഓഫ് ഐ നോട്ട് ഈക്വൽ ടു പാലിൻഡ്രോം ഓഫ് n മൈനസ് ഐ മൈനസ് 1 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ് അവിടെ ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇഫ് കണ്ടീഷൻസിന്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഫ്ലാഗ് ഈക്വൽ ടു 1 ആവും. അതുകൊണ്ട് തന്നെ ഫ്ലാഗ് ഈക്വൽ ടു 1 ആക്കി നമ്മൾ നേരെ ബ്രേക്ക് ചെയ്യുന്ന വെച്ചാൽ ഈ ഫോർ ലൂപ്പിന്റെ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പൊ ഈ ഫോർ ലൂപ്പിന്റെ പുറത്തുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ്സ് ഇതുമാണ് അല്ലെ? അതില് ഇഫ് കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഫ്ലാഗ് 0 അല്ല, ഫ്ലാഗ് 1 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എൽസിലേക്ക് പോകും. എൽസിലേക്ക് പോയിട്ട് സ്ട്രിംഗ് ഇസ് നോട്ട് പാലിൻഡ്രോം എന്ന് പ്രിന്റ് ചെയ്യും. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ക്ലിയർ ആണോ? യെസ്. ഓക്കെ ഓക്കെ, അപ്പോ എനിക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ബട്ട് നമ്മുടെ ടൈം ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് സ്ട്രിങ്സിന്റെ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഐ ഹാവ് ടു ടെൽ യു സംതിങ് എക്സൈറ്റിംഗ്. സോ let me open my PC. Okay, so can you guys hear me? Am I audible? Yes. Yes, audible. Okay. It's raining heavily here. So let me share my screen. If you cannot hear me, just take your mic and tell, okay? Okay, so I'm introducing you to a website here, HackerRank. Okay, so HackerRank is an excellent website
for beginners to practice coding. So, എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾ എന്തായാലും ഇന്ന് തന്നെ ഹാക്കറാങ്കിൽ പോയി സൈൻ അപ്പ് ചെയ്യണം. ഓക്കെ, സൈൻ അപ്പ് ചെയ്ത് ഇറ്റ്സ് പ്രിറ്റി ഈസി ടു സൈൻ അപ്പ്. ഓക്കെ, ഐ വിൽ ജസ്റ്റ് ഷോ യു. Okay, just type in your details and sign up. Sign up ചെയ്ത് കഴിഞ്ഞാൽ you will be taken to your dashboard. Okay, അപ്പോൾ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും കോഡ് ചെയ്യാൻ പറ്റും. ലൈക് സി, പൈത്തൺ, ജാവ അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ സി സെലക്ട് ചെയ്യുക, എന്നിട്ട് യു സ്റ്റാർട്ട് പ്രാക്ടീസിങ് കോഡിംഗ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൽ ഈസി, ലെവൽ, മീഡിയം എല്ലാം ഉണ്ട്. ഐ വിൽ ജസ്റ്റ് ഷോ യു വിത്ത് മൈ ലോഗിൻ. Okay, so see, it's not just coding languages. നിങ്ങൾക്ക് പല സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇന്റർവ്യൂ പ്രിപ്പറേഷൻ കിറ്റ് ഉണ്ട്. പിന്നെ ഞാൻ ജാവയും പൈത്തണും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി എൻ്റെ ഹാക്കർ ആൻഡ് ലോഗിൻ യൂസ് ചെയ്യാറ്. സോ സേഫ് ഞാൻ സി എടുക്കാമെന്ന് വിചാരിക്കാം. സി, ഇവിടെ നിങ്ങൾക്ക് പല രീതിയിലും ക്വസ്റ്റ്യൻസ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കാൻ പറ്റും, അൺസോൾവ് ചെയ്തത് എടുത്തു നോക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. പിന്നെ ഡിഫിക്കൽട്ടി ലെവൽ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈവൻ സബ് ഡൊമൈൻസ് വെച്ച് ഇപ്പോൾ എനിക്ക് കണ്ടീഷൻസ് ആൻഡ് ലൂപ്സ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. സോ സി, ദേ പ്രൊവൈഡ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തു നോക്കിയെന്ന് വിചാരിക്കാം. Okay, അപ്പോൾ ഇതാണ് question. The question will be long, but don't worry. It's just objectives, explanation, input, output. അതെല്ലാം കൂടിയതാണ് question. അതുകൊണ്ടാണ് ഇത്ര ലെങ്തി ആവുന്നത്. Okay, and beginners ആവുമ്പോൾ they'll help us with a little of the code. Okay, അവർ ഇത്രയും ഇപ്പം നമുക്ക് ടൈപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്, നമ്മൾ ബാക്കി ചെയ്താൽ മതി. So I'll just tell you the structure of the question. Okay. ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തന്നെ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അതായത് എന്തിനാണ് ഈ ചാലഞ്ച്, ഈ ചാലഞ്ച് വഴി നിങ്ങൾ എന്താ പഠിക്കുക, ഈ ചാലഞ്ച് ഏത് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത് എന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ കോൺസെപ്റ്റ് ഒന്ന് അവർ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരും ചെയ്യും. ഓക്കെ, സി, ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് ആണ് അവർ 4 കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തത്. ഫൈൻ. ഇനി പിന്നെ അവർ നമുക്ക് ടാസ്ക് പറഞ്ഞുതരും. അതായത് നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അവർ നമുക്ക് പറഞ്ഞുതരും. ഓക്കെ, ഫോർ ഈച്ച് ഇന്റിജർ n ഇന്റർവെൽ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ആ n 1ന്റെയും 9ന്റെയും നടുക്കാണെങ്കിൽ ഇൻക്ലൂഡിങ് 1 and 9 നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടത് കറസ്പോണ്ടിങ് ലോവർ കേസ് റെപ്രസെന്റേഷൻ ആണ്. അതായത് ഇപ്പോൾ 1 ആണ് നമുക്ക് ഇൻപുട്ടായി തന്നെങ്കിൽ നമ്മൾ ലോവർ കേസ് 1 ടൈപ്പ് ചെയ്ത് കൊടുക്കണം, 2 ആണെങ്കിൽ 2 ആൻഡ് സോ ഓൺ. ഇനി n-ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 9 ആണെങ്കിലോ, n-ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 9 ആണെങ്കിൽ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യണം, ഈവൺ ആണോ ഓഡ് ആണോ നമ്പർ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് കറസ്പോണ്ടിംഗ്ലി ഈവൺ ഓഡ് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി പിന്നെ അവർ നമുക്ക് തരുന്നത് ഇൻപുട്ട് ഫോർമാറ്റ് ആണ്. അതായത് അവര് നമുക്ക് തരുന്ന വാല്യൂ ഏത് ടൈപ്പ് ആണെന്ന് നമുക്ക് പറഞ്ഞു തരാൻ. അപ്പൊ ആ ടൈപ്പ് അനുസരിച്ചാണല്ലോ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് എഴുതുമ്പോൾ ടൈപ്പ് സ്പെസിഫൈ ചെയ്തത്. ഇൻഡ് ആണോ, ഫ്ലോട്ട് ആണോ, ഡബിൾ ആണോ എന്നൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവർ ഇൻപുട്ട് ഫോർമാറ്റ് തരുന്നത്. പിന്നെ കൺസ്ട്രെയിൻസ് ആണ്. അതായത് മാക്സിമം എനും ബിനും ഏതൊക്കെ വാല്യൂസ് എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ വലിയ ഇഷ്യൂ ആവില്ല. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് ദ സ്റ്റാൻഡേർഡ് വേ ഓഫ് റെപ്രസെന്റിങ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ ഔട്ട്പുട്ട് ഫോർമാറ്റ്. അതായത് നമ്മൾ ഔട്ട്പുട്ട് ഏത് രീതിയിലാണ് നമ്മൾ ഫോർമാറ്റ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫോർമാറ്റ് വായിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആവുക എന്താണെന്ന് വെച്ചാൽ എക്സാമ്പിൾസ് നോക്കിയിട്ട് മനസ്സിലാക്കാനാണ്. സോ ജസ്റ്റ് റീഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫോർമാറ്റ്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് യു വിൽ അണ്ടർസ്റ്റാൻഡ് മോർ വിത്ത് ആൻ എക്സാമ്പിൾ. സോ ഇപ്പൊ നിങ്ങൾ നോക്കൂ, 8 and 11 ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഇൻപുട്ട് ആയിട്ട് തന്നിരിക്കുന്നത് 8 ഉം 11 ഉം ആണ്. അപ്പൊ അതിനുള്ള കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ആണ് അവർ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. 8, 9, ഈവൻ,
അതെന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്? സി, അതാണ് അവർ നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. 1ന്റെയും 9ന്റെയും എടുക്കുകയാണെങ്കിൽ നമ്മൾ അവർ കറസ്പോണ്ടിങ് ലോവർ കേസ് റെപ്രസെന്റേഷൻ ആണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് 8 അവിടെ ഉണ്ടായിരുന്നപ്പോൾ 8 തന്നെ ടൈപ്പ് ചെയ്തത് ആദ്യം, അല്ലേ? ഇനി n ഗ്രേറ്റർ ദാൻ 9 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നോക്കണം, അല്ലെ? അപ്പൊ നമ്മൾ അതും കൂടി പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പോ അതൊക്കെ അനുസരിച്ചാണ് അവിടെ ഔട്ട്പുട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഐ ഹോപ്പ് ദി കോൺസെപ്റ്റ്സ് ആർ ക്ലിയർ. ഇങ്ങനെ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഓക്കെ, ഇനി ഇത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വി ഹവ് ഓൾറെഡി പ്രിപ്പയർഡ് a coding contest for you, a very small coding contest. Okay, ഈ കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക 6 o'clock ആണ്. ഫൈൻ. So you have 34 minutes to go. Just 3 challenges നമ്മൾ ഇട്ടിട്ടുള്ളൂ. Okay, this is the final challenge for you. So I hope you will enjoy it. Basic questions ആണ് ഇട്ടത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന questions മാത്രമാണ് ഇട്ടത്. Okay, now I introduce you to one more opportunity. We have 5 more minutes left. Okay, that's IEEE Extreme Competition. Okay, the IEEE Extreme Competitive Programming Competition ആണ്. അതായത് ഇതൊരു 24 hours കോഡിംഗ് കോമ്പറ്റീഷൻ ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അപ്പോ ഐ ടെൽ യു, ലാസ്റ്റ് ടൈം ഇറ്റ് വാസ് held on October 30th, I believe. Anyway, it was towards the end of October. Okay, so what's basically IEEE Extreme Competition? It's a global competition. See, numbers തന്നെ നമുക്ക് മനസ്സിലാവും. Okay, അപ്പോൾ ഗ്ലോബൽ ചാലഞ്ചിങ് കോമ്പറ്റീഷൻ ആണ്. 24 hours ആ കോമ്പറ്റീഷൻ ഓപ്പൺ ആയിട്ടുണ്ടാവുക. ഓക്കെ, നിങ്ങൾ 24 hours ഇരിക്കണമെന്നില്ല, ബട്ട് വിതിൻ ദ 24 hours വാട്ട് എവർ യു ക്യാൻ ഡു വിൽ ബി ടേക്കൺ ആസ് യുവർ കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തപ്പോൾ സംതിങ് ലൈക്ക് 3000 ടീംസ് were there and it was just a wonderful experience. See, 805 student branches പങ്കെടുക്കുന്ന ഒരു ഇവന്റ് ആണ്. It's a very big event and you want to know the prices for it? I'll just show you. And you get participation certificates. Okay, ഇതൊരു international event ആയതുകൊണ്ട് തന്നെ participation certificate matters a lot. Even in KTU you get activity points for it. Okay, pretty good activity points I heard. Okay, so what's the first prize? First prize ഒരു round trip ആണ്. One second. Okay, first prize ഒരു ട്രിപ്പ് ആണ്. Okay, to IEEE conference of our choice. അപ്പൊ ലോകത്ത് എവിടെയുള്ള IEEE കോൺഫറൻസും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു വണ്ടർഫുൾ ട്രിപ്പാണ്. എയർലൈൻ ടിക്കറ്റ്സും അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ്, പിന്നെ ഹോട്ടൽ സ്റ്റേ, ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ഹോട്ടൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കംപ്ലീറ്റ് കവറേജ് ഉള്ള ഒരു ട്രിപ്പാണ് അവർ തരാം. ഫൈൻ. ഇനി സെക്കൻഡ് പ്രൈസ് ഞാൻ കാണിച്ചു തരാം. സെക്കൻഡ് പ്രൈസ് $400 ആണ്. തേർഡ് പ്രൈസ് $300 ആണ്. ഫൈൻ. ഫോർത്ത് തൊട്ട് ആക്ച്വലി 10th വരെ നമുക്ക് അവർ സോഫ്റ്റ്വെയർ ഗിഫ്റ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് കിട്ടുക. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ വെരി വാല്യുബിൾ. ഓക്കെ, പിന്നെ ടോപ്പ് 100 സ്റ്റുഡൻസിന് ആക്ച്വലി അവർ സ്റ്റുഡൻസ് അല്ല, പ്രൊഫഷണൽ മെമ്പേഴ്സ് ഉണ്ടാവും. ടോപ്പ് 100 കണ്ടസ്റ്റൻസിന് അവർ പ്രൈസസ് തരുന്നുണ്ട്. ഓക്കെ, സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ഗിഫ്റ്റ്സും പിന്നെ മെർച്ചൻഡൈസ് ബണ്ടിലാണ് കൊടുക്കുന്നത്. ഈ കോമ്പറ്റീഷൻ ഒരുപാട് ആൾക്കാർ സ്പോൺസർ ചെയ്യുന്നുണ്ടാവും. സോ ബേസിക്കലി അവരാണ് ഇതൊക്കെ ഫണ്ട് ചെയ്യുന്നത്. ഫൈൻ. സോ ദിസ് ഇസ് a basic idea about IEEE Extreme Competition. Now if you want, you can start practicing from the academy. Okay, നിങ്ങൾ ഫസ്റ്റ് സൈൻ ഇൻ ചെയ്യണം, സൈൻ അപ്പ് ചെയ്യണം. എന്നിട്ട് സൈൻ ഇൻ ചെയ്ത് ടാസ്കിലേക്ക് പോകണം. ഓക്കെ, അപ്പൊ എഗെയിൻ മോറോലെസ് നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള ഒരു ഫോർമാറ്റ് തന്നെയാണ് ഇത്. ഇപ്പൊ IEEE Extreme 14.0 ആണ് കഴിഞ്ഞ പ്രാവശ്യം നടന്നത്. ഫൈൻ. അപ്പോ ഇത് 11.0, ദാറ്റ് മീൻസ് എ ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഈ പ്രാവശ്യം ഉണ്ടാവും 15.0 ആണ്. ഓക്കെ, സോ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് there. You can practice the ones you want. ഇവിടെ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് കോൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ഇത് സോൾവ് ചെയ്യാൻ. ഓക്കെ, ഇതൊക്കെ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിൽ വരുന്ന കോൺസെപ്റ്റ്സ് ആണ്. ബട്ട് ഈവൻ അതില്ലാണ്ട് നിങ്ങൾക്ക്
കോഡ് ചെയ്യാം പ്രശ്നമില്ല, ബട്ട് മാർക്സ് കറസ്പോണ്ടിംഗ്ലി കുറച്ച് കുറയുന്നേ ഉള്ളൂ. ലാസ്റ്റ് ടൈം ലൈക്ക് നമ്മൾ അത്ര കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിങ്ങിനൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു, ബട്ട് സ്റ്റിൽ വി ന്യൂ ദി ബേസിക്സ് വെൽ. നമ്മൾ ആ ഒരു ലെവലിലേക്ക് പോയിട്ടില്ലായിരുന്നു, ബട്ട് സ്റ്റിൽ വി ഗോട്ട് സംതിങ് ലൈക്ക് 1000 in 3000 team. Okay, it is a good competition. Okay, you can try it out. So it's already 5:30. It's time for us to wind up. So before the official vote of thanks, I would like to tell something. First of all, I would like to tell a big thanks to my team. Okay, from posters to live streaming, documentation, they literally help in everything. See, we have a lot of discussions behind before we tell something in the WhatsApp group officially. So എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ ടീമിനെ ഞാൻ ഒരു ബിഗ് താങ്ക്സിന് കൊടുക്കാണ്. സബ്രീഷ്, അഫ്രദ് ആൻഡ് ലമിസ, താങ്ക്സ് എ ലോട്ട്. പിന്നെ ഡെഫിനറ്റ്ലി യു പാർട്ടിസിപ്പൻസ്, there are 60 of you now. I really appreciate the efforts that you have taken. 3 days, for 3 days you have been coding and you have been striving hard to code, I know, because you are beginners and still you tried a lot. So hats off to you. And now I think it's time to wind up. So Afrat, can you give the official vote of thanks? And after that we'll have a photo session, I think, and then we can wind up. Thank you very much. Hi all, my name is Afrat, Secretary CA Society IEEE SBMSc. So first of all, thank you everyone for making this event a grand success. നമ്മൾ സി പ്രോഗ്രാമിൻ്റെ ഒരു ബൂട്ട് ക്യാമ്പ് പ്ലാൻ ചെയ്താണെന്ന് ആലോചിക്കും. വി ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ് മച്ച് പാർട്ടിസിപ്പേഷൻ, ബട്ട് യു മെയ്ഡ് us wonder because registration were very good. And thank you very much for making this event a grand success. And of course, Amal Abdulaziz has done a great job for making this, for taking these wonderful sessions for the last 3 days. Thank you, Amal. Next, I would like to thank you all on the behalf of CA Society, and we expect the same participation for the future events also. നമ്മൾ ഭാവിയിൽ ഇങ്ങനെ കുറേ ബൂട്ട് ക്യാമ്പ്സും കുറേ പ്രോഗ്രാമിംഗ് സെഷൻസൊക്കെ നടത്തണമെന്നുണ്ട്.